അച്ഛൻ്റെ മരണം, അമ്മയുടെ അമ്മയുടെ മരണം, മരണം. ഈ പറഞ്ഞ ആക്സിഡൻറ്റ്, എൻ്റെ ആദ്യത്തെ സിനിമയുടെ റിലീസ്, എൻ്റെ ആദ്യത്തെ പടം ഞാൻ അഭിനയിക്കുന്നത്, എല്ലാം ഓരോരോ ടേണിംഗ് പോയിന്റ്സ് തന്നെയാണ്. ഇങ്ങനെ വളഞ്ഞിരിഞ്ഞ് എത്തും മലയുടെ മുകളിൽ. ആവിഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് തന്നു. ഞാനൊരു ആവിഡ് സർട്ടിഫൈഡ് എഡിറ്ററായി, വീഡിയോ എഡിറ്ററായിട്ട് കയറണമായിരുന്നു. ബട്ട് ഐ വാസ് റിയലി, എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയില്ല. ബിക്കോസ് മൈ പാത്ത് സിനിമ, വൈ ആം ഐ ഗോയിങ് ദെയർ എന്നുള്ള എൻ്റെ ഒരു സാധനം. ചില വേദനകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അമ്മയുടെ മരണം സംശയമില്ല. ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊരു വിങ്ങല് തന്നെയായിരിക്കും അത്, അല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരണം എന്റെ ലൈഫിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരണം, ഞാൻ അങ്ങനെ ഒരു നറേറ്റീവേ വേണ്ട. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര തലകുറിച്ച് അമ്മ പറയാതെ കേൾക്കുന്ന അങ്ങനെ ഒരു പയ്യനൊന്നും അല്ലായിരുന്നു. ഒരു വിശ്വാസമുണ്ട്, നമ്മളൊരു അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പ്രായമായി വരുന്നതോടുകൂടി അതൊക്കെ ബുൾഷിറ്റ് ആണെന്നുള്ള ഞാൻ എൻ്റെ ഒരു സർക്കിളിലൊക്കെ ആയിട്ട് അടിച്ചു നടക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരുമ്പോ അടുത്തുള്ള സുഹൃത്തുക്കളെ വെറുപ്പിച്ചാ പോരെ, നാട്ടുകാരെ മൊത്തം വെറുപ്പിക്കണോ? ലളിതാമ്മ മാത്രമല്ല, വേറെ ആരും ഫാമിലിക്ക് വേണ്ടിയേ കഷ്ടപ്പെടുള്ളൂ, പക്ഷെ സർക്കാരിന് വേണ്ടി കഷ്ടപ്പെടുള്ളൂ. അറിവിനെ ആയുധമാക്കി യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ബാറ്റിൽ ഓഫ് ബ്രെയിൻസ്, ഇത് അറിവിന്റെ മഹായുദ്ധം, നവംബർ 30 നമ്മുടെ കൊച്ചിയിൽ. പ്രായഭേദമന്യേ 2 പേരടങ്ങുന്ന ടീമുകൾക്ക് ഈ ഷോയിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്യുക. ഹായ്, ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്നത്തെ നമ്മുടെ അങ്ങനെ പറ എന്ന എപ്പിസോഡിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥേട്ടാ, വെൽക്കം ടു ദി ഷോ. സുഖമായിട്ടിരിക്കുന്നു? ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം നമ്മളുടെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തിയേറ്റേഴ്സിലൊക്കെ വലിയൊരു ആഘോഷമായിട്ടിരിക്കുകയാണ്, എല്ലാവരും കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു മൂവിയാണ്. അപ്പം ഈ മൂവി എനിക്ക് തോന്നുന്നത് ചേട്ടൻ ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അതാണ്. ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നില്ല, കാരണം അത് ആൾക്കാർ കണ്ടറിയേണ്ട ഒരു സംഭവം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ റോൾ സെലക്ട് ചെയ്യാൻ ഒരു കാര്യം, ഒരു റീസൺ എന്താണ് ഈ റോൾ സെലക്ട് ചെയ്യാൻ? ഒറ്റ റീസണായിട്ട് പറയാൻ പറ്റില്ല, മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇപ്പം നിങ്ങൾ പറഞ്ഞത് തന്നെ, വ്യത്യസ്തമായ റോള്. രണ്ടാമത് ഇതിൻ്റെ കഥ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കഥ. ഇപ്പം കണ്ടവർക്കൊക്കെ അത് പറയാനുണ്ട്. സോ അതിൻ്റെ ഭാഗമാവുക. പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സമീർ തായറും ഷൈജും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിലിമിൽ നമ്മൾ ഭാഗമാവുക, അവരുടെ കൂടെ ദാറ്റ് ഈസ് ദെയർ. സോ അതൊക്കെയാണ്. പിന്നെ ബേസിൽ, നസ്രിയ, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുക. ബേസിലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ബേസിലേട്ടന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടല്ലോ, അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്തത് ഒരു അതെ അവരുടെ കൂടെ വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇറ്റ് ഈസ് നൈസ്, കോമിക് റിലീഫ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ആൾക്കാർ കണ്ട് അറിയണം, അല്ലേ? പിന്നെ വേറൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഏറ്റവും ആരാധിക്കുന്ന 2 പേരുടെ മകനാണ്, അല്ലേ? ലളിതാമ്മയാണെങ്കിലും ഭരതൻ സാർ ആണെങ്കിലും. അപ്പൊ ഇവര് 2 പേരും മൂവിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ലെജൻസ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നോ ചേട്ടൻ ഈ മൂവി ഫീൽഡിലേക്ക് വരാനുള്ള ഒരു റീസൺ? അതോ വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടോ? ലൈക്ക് ഇതാണ് എന്റെ പാഷൻ, ഈ മൂവി ഫീൽഡാണ് എന്റെ പാഷൻ എന്ന് നമുക്ക് തോന്നുമല്ലോ, അതെന്തെങ്കിലും ഒരു അതായിട്ടാണോ അതോ ഇത് തന്നെ ആയിരിക്കും റീസൺ? അല്ല, അച്ഛനും അമ്മയും ഓൾറെഡി മൂവി ഫീൽഡിൽ. അച്ഛൻ സജീവമായിരുന്ന സമയത്ത് എനിക്ക് സിനിമ ഫീൽഡിൽ വരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫീൽഡിൽ വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫീൽഡിൽ വന്നപ്പോഴത്തേക്ക് അമ്മ ഓവർ സജീവമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഐ ഡോണ്ട് നോ വൈ എന്നുള്ളത് കാരണങ്ങളില്ല. ഏതായാലും ആ ടൈമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒരു ടൈമിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊന്നും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആ ആക്സിഡന്റിൽ സംഭവിക്കില്ലായിരുന്നു. അതായത് ആക്സിഡന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. ഐ മീൻ ആ സംഭവം നടക്കില്ലായിരുന്നു. സോ ഇപ്പൊ പോകുന്ന പോക്കിനെല്ലാം ഹാപ്പിയാണ്, സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ നല്ലതായിരിക്കും. ലൈഫിൽ ഏറ്റവും വലിയൊരു ടേൺ ഓവർ ആയിരുന്നു നമ്മളുടെ ആക്സിഡന്റ് ഉണ്ടായതല്ലേ?
ഒരു അത് ഇറ്റ്സ് വൺ ഓഫ് ദി ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയാം. അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, ഈ പറഞ്ഞ ആക്സിഡന്റ്, എൻ്റെ ആദ്യത്തെ സിനിമയുടെ റിലീസ്, എൻ്റെ ആദ്യത്തെ പടം ഞാൻ അഭിനയിക്കുന്നത്, എല്ലാം ഓരോരോ ടേണിംഗ് പോയിന്റ്സ് തന്നെയാണ്. ഇങ്ങനെ വളഞ്ഞിരിഞ്ഞ് എത്തും മലയുടെ മുകളിൽ. അങ്ങനെയാണല്ലോ, ഇതിങ്ങനെ വളഞ്ഞാണല്ലോ പോണത്. നമ്മുടെ ലൈഫ് എങ്ങനെയാണല്ലോ, ജീവിതമേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഓരോ കാര്യം. അതെ അതെ. അപ്പോൾ ജസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് ബോത്ത് ദി ആർംസ് ഓപ്പൺ. അതെ, ചേട്ടൻ തന്നെ പറഞ്ഞില്ല, ലൈഫിൽ ആ ഫ്ലോയിൽ അങ്ങ് പോവാണ്. അതായത് എവിടെയും ഈ ഒഴുക്കുണ്ടെങ്കിൽ നല്ലതാണ്, എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിലാണ് അത് സ്റ്റാഗ്നന്റ് ആവും. ബാഡ് സ്മെൽസ് വരാൻ തുടങ്ങും, കൊതുകുകൾ ബ്രീഡ് ചെയ്യാൻ തുടങ്ങും. ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ അതിങ്ങനെ ഒഴുകി അങ്ങ് പൊയ്ക്കോളും, അവസാനം അത് കടലിലെത്തുകയും ചെയ്യും. ആണല്ലേ, മനസ്സിലായി. ഇപ്പൊ നമ്മൾ എന്ന മൂവി വളരെ ഹിറ്റായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടന് നമ്മൾ കണ്ടിട്ടില്ല കുറച്ച് നാള്. അതെന്തുകൊണ്ടായിരുന്നു കാരണം? അതിപ്പോ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് 19 വയസ്സോ 20 years എങ്ങാണ്ടേ ഉള്ളു. ഞാൻ വളരെ ചെറുപ്പമാണ്, തെറിച്ച് കിടക്കുന്ന പ്രായമാണ്. ഒന്നും അതിൻ്റെ സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരു പ്രായമായിരുന്നു. അങ്ങനെ ഈ ഓഫർ കിട്ടിയപ്പോൾ നിരസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ബിക്കോസ് പലരും ഇവിടെ ഇതിനു വേണ്ടി അഭിനയിക്കാനായിട്ടൊരു ചാൻസിന് വേണ്ടിയിട്ട് പലരും ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചാൻസ് വരുന്ന സമയത്ത് അത് നിരസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിന് മാത്രമല്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ ചാൻസ് എവ്രി വൺ ഇസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ, ആൻഡ് വെൻ യു ആർ ഗെറ്റിംഗ് ദാറ്റ്, നമ്മളത് അങ്ങനെ ഓഫ് കോഴ്സ് നമ്മൾ അന്ന് ആക്ട് ചെയ്യണമെന്നൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ഫിലിംസ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പെങ്ങളുടെ കല്യാണം നടക്കുകയും ആ സമയത്ത് ഡേവിഡ് കാച്ചപ്പള്ളി സാറും കമൽ സാറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ പ്ലാനിങ് എ കോളേജ് ഫിലിം ആൻഡ് ഐ വാസ് ദ റൈറ്റ് ഏജ്, സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കോളേജ്. സോ ദേ സെഡ് വൈ നോട്ട്. അവൻ്റെ അടുത്ത് തന്നെ ലളിത ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും അത് നമ്മുടെ അടുത്ത് വരികയും ചെയ്തു. ആൻഡ് എനിക്കപ്പോൾ ആക്ടറായിട്ട് നമ്മളെ മോൾഡ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കിട്ടിയ ചാൻസിൽ ഐ ഡോണ്ട് വാണ്ട് ടു, അത്ര ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഇല്ലായിരുന്നു ആ സമയത്ത്. സോ ഐ ഡിഡ് ദാറ്റ്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ ഫിലിമൊക്കെ റിലീസായതിനു ശേഷം, അന്ന് അമ്മ ട്രിവാൻഡ്രത്തായിരുന്നു സ്റ്റേ ചെയ്തിരുന്നതെന്ന്. ഞാൻ വടക്കാഞ്ചേരിയിൽ ഞങ്ങൾക്ക് വീടും ഉണ്ടായിരുന്നു. അപ്പോൾ സോ വി ഷു ഷട്ടിൽ ബിറ്റ്വീൻ തിരുവനന്തപുരം ആൻഡ് വടക്കാഞ്ചേരി. ട്രെയിൻ യാത്രയാണ് കൂടുതലും പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇങ്ങനൊരു പരിപാടി ബിക്കോസ് അതുവരെയും നമ്മൾ അങ്ങനെ വി വർ ലോസ്റ്റ് ഇൻ ദ ക്രൗഡ് ആൻഡ് വി കുഡ് ബി എനിത്തിങ്. ബട്ട് ഇങ്ങനൊരു സാധനം റെക്കഗ്നിഷൻ വന്നപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞു, ഇങ്ങനൊരു ഇതുണ്ട് ഇതിനകത്ത് എന്നുള്ളത്. ഇപ്പം അമ്മേനെയൊക്കെ പണ്ട് നമ്മൾ ചെന്നൈയിലായിരുന്ന സമയത്ത് മദ്രാസിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ വരുമ്പോഴൊക്കെ അമ്മേനെ ആൾക്കാർ പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് അമ്മയൊക്കെ ഇത്ര സീനിയർ ആക്ടർ കുറേ നാളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, അങ്ങനെയായിരിക്കും, ഇത് ഒറ്റപ്പടത്തിൽ വന്ന് പോസ് ഇതൊക്കെയായിരുന്നു. പക്ഷെ അത് മാറി. അങ്ങനെ ആക്ടിങ് എന്നാൽ പിന്നെ നോക്കാം എന്നുള്ളൊരു ലൈനിലായി. പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്തു. അതൊന്നും അങ്ങനെ വലിയ ഒരു സക്സസ്ഫുൾ ഫിലിംസ് ആയിരുന്നില്ല. ആൻഡ് ഐ വാസ് ഓൾസോ വെരി കൺഫ്യൂസ്ഡ് ഏജ്. ഇത് തന്നെയാണോ അത് വേറെ എന്തെങ്കിലും ആണോ, നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അവസാനം അതായത് ആ പീരീഡിലെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു രസികൻ. അത് ലാലുബായ്, ദിലീപേട്ടൻ, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതെ അതെ, മുരളിയേട്ടൻ്റെ എഴുത്ത്, മുരളി ഗോപിയുടെ. അങ്ങനെ ആ ഫിലിമിൽ ആ വേഷം കിട്ടി. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അതായിരുന്നു രാജീവ് രവി. രാജീവ് രവിയുടെ കൂടെ ഞങ്ങൾ ഇൻസ്റ്റൻ്റ്ലി വി ക്ലിക്ഡ്. ആൻഡ് പതുക്കെ ഞാൻ പുള്ളിയുടെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, റൂമിയായി പുള്ളിയുടെ. അങ്ങനെ അപ്പോൾ അവിടെ കുറേ പുള്ളിയുടെ DVD കളക്ഷൻസും കുറേ ഫിലിംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വർക്കില്ലാത്ത സമയത്ത് അവിടെ ഇരുന്ന് ഈ ഫിലിംസ് കാണുക എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ അവിടെ വെച്ചാണ് ഞാനൊരു എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അച്ഛന് ശേഷം
എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഡയറക്ടർ സ്റ്റാൻലി ക്യൂബ്രിക് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഫിലിംസ് കാണുകയും അത് വല്ലാതെ ഇൻസ്പയർ ആവുകയും എനിക്ക് ഡയറക്ഷൻ അപ്പോൾ സിൻസ് ഐ ഹാഡ് ദിസ് ഇങ്ങനെ ഫിലിമിലേക്ക് വരണം ഡയറക്ഷൻ ടൈപ്പ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നൊക്കെ, പക്ഷെ അതൊക്കെ സപ്രസ്ഡായി ആക്ടിങ് ഇത് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ രാജീവേട്ടൻ്റെ അടുത്ത് ഈവനിങ്സിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഡയറക്ഷൻ സാധനം. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം, ഇത് സീരിയസ് ആയിട്ട് പിടിക്കണം, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ആ ഇൻട്രാക്ഷനിലൂടെയാണ് ഇത് സീരിയസ് ആയിട്ട് തന്നെ പിടിക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് യുനോ എവറി അതർ ആക്ടർ സെയിങ് ഐ വോണ്ട് ടു ഡയറക്ട് എ ഫിലിം എന്ന് പറയുന്ന പോലെ അല്ലാതെ ആവണം എന്ന് പറഞ്ഞ് ചെന്നൈയിൽ ഇതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ രാജീവേട്ടൻ ചെന്നൈ വരുമ്പോൾ എനിക്ക് അന്നൊരു ഫ്ലാറ്റ് ഉണ്ടായി അവിടെ, വാടകയ്ക്കുള്ളൊരു ഫ്ലാറ്റ്. അപ്പോൾ പുള്ളി അവിടെ താമസിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി തന്നെ ഒരു ദിവസം റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ചെന്നൈയിൽ. ദേ ആർ ഓൾ ദീസ് അവരുടെയാണെന്ന് തോന്നുന്നു ഡോൾബി പേട്രണൈസിങ്ങും വേറെ ഏതോ ഒരു ക്യൂബിൻ്റെ പേട്രണൈസിങ്ങും അവരുടെ എടുക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ് അവിടെ അവർ എഡിറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഒരു 2 months കോഴ്സ്. അപ്പോൾ ഈ ടുക്ക് മീ ദർ ആൻഡ് അവിടെ എഡിറ്റിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു അശ്വിൻ എന്ന് പറയുന്നൊരു പാർട്ടിയായിരുന്നു. പുള്ളിപ്പില്ല, പുള്ളി FTI നിന്ന് രാജീവേട്ടൻ്റെ ബാച്ചോ ജൂനിയർ ബാച്ചോ അങ്ങാണ്ടായിരുന്നു, ജസ്റ്റ് ജൂനിയറോ ഓർ ജസ്റ്റ് സീനിയർ, ഐ എം നോട്ട് വെരി ക്ലിയർ, ബട്ട് ദേ വർ ഫ്രം FTI. അങ്ങനെ അവർ മീറ്റപ്പ് ചെയ്തു, ഇവനെ ഇത് ചെയ്തത് പുള്ളിയാണ് എൻ്റെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ കോഴ്സിന് ഫീസൊക്കെ അടച്ച് നീ ഇത് പഠിക്കി എന്നുള്ളൊരു ലൈനിൽ. അങ്ങനെ അവിടെ 2 മാസം നിന്ന് പഠിച്ചു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പരിപാടിയൊന്നും ചെയ്യുന്നുമില്ല, ചെന്നൈയിൽ നിൽക്കുന്നുണ്ട്, എന്താണ് എൻ്റെ ഉദ്ദേശം, ഞാനിങ്ങനെ എഡിറ്റിംഗ് കോഴ്സിന് പോകുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റിംഗ് കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ ആവിഡിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് തന്നു, ഞാനൊരു ആവിഡ് സർട്ടിഫൈഡ് എഡിറ്ററായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പരിപാടി പിടിക്കണമായിരുന്നു, പക്ഷെ ഞാൻ അത് പിടിച്ചില്ല. അതായത് വല്ല ന്യൂസ് ഏജൻസിയിലോ എവിടെയെങ്കിലും കയറി വീഡിയോ എഡിറ്ററായിട്ട് കയറണമായിരുന്നു. ബട്ട് ഐ വാസ് റിയലി എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയില്ല, ബിക്കോസ് മൈ പാത്ത് സിനിമ, വൈ ആം ഐ ഗോയിങ് ദെയർ എന്നുള്ള എൻ്റെ ഒരു സാധനം. രാജീവേട്ടനൊക്കെ അത് പറയുമായിരുന്നു, പക്ഷെ എൻ്റെ ഈ ഇത് പറച്ചിൽ പിന്നെ പുള്ളി നിർത്തി പറച്ചിൽ. അമ്മയും ഇങ്ങനെ അലമ്പുണ്ടായി. ഒരു ദിവസം അമ്മ എൻ്റെ അടുത്ത് നേരെ വിളിച്ച് പറയാം, ഞാൻ പ്രിയൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പോവാ. എനിക്കപ്പോൾ അങ്ങനെ ആരുടെങ്കിലും ആഡ്സിലൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ ഗൗതം മേനോനോ അല്ലെങ്കിൽ പ്രിയൻ സാറോ അങ്ങനെ കുറച്ചൊരു ആൾക്കാരെ നോക്കിയിട്ടുണ്ടായിരുന്നു, രാജീവ് മേനോൻ ടീം. ആൻഡ് ദെൻ അവിടെ ഒന്നും വർക്കായില്ല. അപ്പോൾ ഇത് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു ഫിലിം നടക്കുകയാണ്, നീ ഫെബ്രുവരിയിൽ അടുത്ത പടം തുടങ്ങും, യു കം ആൻഡ് ആർ യു സീരിയസ് എന്ന് ചോദിച്ചു. ഞാൻ റിയലി സീരിയസ്, ബിക്കോസ് യു ആർ ആൻ ആക്ടർ ഇൻ കേരള, നീ വെറുതെ അവിടെ വന്ന് ഇതാണ്, ആർ യു റിയലി സീരിയസ്? യെസ് എന്ന് പറഞ്ഞതിന് ശേഷം ആൻഡ് ദെൻ പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു 2.5 കൊല്ലം 3 കൊല്ലം അതിൽ തന്നെയായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫിലിംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അമ്മേനെ പറ്റി, ലളിതാമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആളാണ്. ഒരുപാട് ചേട്ടൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സംഭവമാണ് നമ്മളുടെ ലളിതാമ്മ എന്ന് പറയുന്ന വ്യക്തി. സോ ലളിതാമ്മ ചിക്കൻ ബോക്സ് വന്നപ്പോൾ പോലും അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നപ്പോഴായിരുന്നു പോയത്. ഓക്കെ, അപ്പോഴും അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ലളിതാമ്മ അത്രയും കഷ്ടപ്പെട്ടതെന്നുള്ളത്. ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അല്ല, ഇതിപ്പോ ലളിതാമ്മ മാത്രമല്ല, വേറെ ആരും ഫാമിലിക്ക് വേണ്ടിയേ കഷ്ടപ്പെടുന്നത്, അല്ലാതെ സർക്കാരിന് വേണ്ടി ഒരു കഷ്ടപ്പെടുന്നു. അവര് മാത്രമല്ല അത്. പിന്നെ വേറൊരു സാധനം, അമ്മയുടെ ഒരു കൈൻഡ് ഓഫ് എസ്കേപ്പ് റൂട്ടും കൂടെയാണ് ഈ അഭിനയം. റിയാലിറ്റി എന്നുള്ള ഒരു എസ്കേപ്പ് ആണോ ഉദ്ദേശിച്ചത്? ബിക്കോസ് ഷി വാസ് ഹാവിങ് എ ബാഡ് ടൈം സിറ്റിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ and all that, so she had to go എന്നുള്ളത്. സോ അമ്മയ്ക്ക് അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോഴൊക്കെയാണ് ഇപ്പൊ കോവിഡ് അമ്മേനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതായത് കോവിഡ് അഫക്റ്റ് ആയിട്ട് ബാധിച്ചു എന്നല്ല, വീട്ടിലിരിക്കുക എന്ന് പറയണത് അവർക്ക് ഒരു ഡിപ്രഷനും സാധനമൊക്കെ ഗ്രാജുവലി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ലൈവ്ലിഹുഡിന്റെ പ്രശ്നമല്ല, അതൊക്കെ ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ എൻഗേജ്ഡ് ആവുക എന്നുള്ളതിൻ്റെ ഇതിൽ അവർക്ക് അത് അമ്മ ഹൈലി ഡയബറ്റിക് ആണ്,
ഈ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് കോവിഡിന് വാക്സിനും ഇല്ല. ഇതെങ്ങാനും വന്നു കഴിഞ്ഞാൽ പണി പാടുന്നുള്ള ലൈനിൽ ഞാനൊക്കെ ഭയങ്കര ഹാർഷായിരുന്നു. ഹാർഷ്മാനെ ഐ വാസ് നോട്ട് ലെറ്റിംഗ് ഗോ ഔട്ട് യുനോ. ആൻഡ് അവർക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇപ്പോൾ ഭീഷ്മപർവം വാസ് ഹെർ ഫിലിം. അപ്പൊ അതിൽ ഷീസ് വെരി വീക്ക്. അതിലായിരുന്നു ലാസ്റ്റ് മലയാളത്തിലെ ലാസ്റ്റ്. അപ്പൊ അതിൽ ഷീസ് വെരി വീക്ക്. അതെ. അപ്പൊ ഞാനിങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പോണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ല എന്നൊക്കെ പറഞ്ഞ് അമലേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വിട്ടത്. കുറച്ച് ഇതുണ്ട് അമലേട്ട, ഒന്ന് നോക്കി വേണം ഡീൽ ചെയ്യാൻ, അല്ലാതെ പഴയ പവറില്ല ആൾക്ക് എന്നുള്ളതിൻ്റെ ഒരു സാധനം അത് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. യു വുഡന്റ് ബിലീവ് ഹൗ ഹാപ്പി ഷി വാസ്. ശരിക്കും അവർക്ക് വയ്യ, അത് വേറെ വിഷയം, പക്ഷേ ഷി വാസ് വെരി ഹാപ്പി. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മളായിട്ട് എന്തിനാണ് അങ്ങനെ. പക്ഷെ എന്നാൽ മറ്റേ സൈഡിൽ ആസ് എ മകൻ നമുക്ക് വിടാനും പറ്റില്ല അവരെ. അങ്ങനെ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു. ബട്ട് ഷി വാസ് ഹാപ്പി. അപ്പോൾ ഞാൻ പിന്നെ ഓക്കെ. ആൻഡ് ഷീ ഓൾസോ നെടുമുടി വേണുങ്ങളുടെ കൂടെയൊക്കെ വൺ ലാസ്റ്റ് ടൈം. അതെ, കറക്റ്റ്. അത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ സിനിമയിലെ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലേ. അതുപോലെ തന്നെ ലളിതാമ്മ മരിക്കുന്നതിന് മുമ്പ് ചേട്ടന് തന്നിരിക്കുന്ന ഒരു ഉപദേശം ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ലൈഫിൽ ഉടനീളം കൊണ്ടുപോകാൻ പറ്റിയൊരു ഉപദേശിച്ചിട്ടുണ്ട്. ആണോ? ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരണം എന്റെ ലൈഫിൽ എന്ന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ മാറ്റം വരണം, ഞാൻ അങ്ങനെ ഒരു നറേറ്റീവേ വേണ്ട. അങ്ങനെ ഒരു നറേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര തലതെറിച്ച് അമ്മ പറയാതെ കേൾക്കുന്ന അങ്ങനെ ഒരു പയ്യനൊന്നും അല്ലായിരുന്നു. ഈവൻ ദോ പീപ്പിൾ ടെൻഡ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വി വെർ ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഞങ്ങൾ നല്ല സിംഗിൾ തന്നെയായിരുന്നു. ഞാൻ പല സാധനങ്ങളും ചെയ്യാതിരിക്കാൻ എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് ഞാൻ അവരുടെ അടുത്താണ് ഡിസ്കസ് ചെയ്യാറ്. ഞങ്ങൾ എവറി ഡേ സംസാരിക്കും. അതായത് ഇവിടെ ഇല്ലെങ്കിൽ, ഒരു സ്ഥലത്തില്ലെങ്കിൽ, ഒരു സ്ഥലത്താണെങ്കിൽ എവറി ഡേ ഐ ഹാവ് ആൻ അപ്ഡേഷൻ വിത്ത് ഹർ. വാട്ട്, ഹൗ, എന്താ, ഏതാ. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളുടെ കഥകൾ പറയാം. ചെയ്യാനിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഫിലിംസിൻ്റെ ഒക്കെ കഥകളൊക്കെ അറിയാം. നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ പറയും. പുള്ളിക്കാരത്തി കോംപ്രമൈസിന് ഒന്നും നിൽക്കണ്ട എന്നൊക്കെയുള്ളൊരു മൂഡൊക്കെ ഉണ്ട്. അത് അപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല നമുക്ക്. യുനോ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടന്നു എന്നോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. അവർക്ക് നമ്മളുമായിട്ട് വൻ സിംഗന്നെ. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നെ ഔട്ട് ആൻഡ് ഔട്ട്. വേറെ ആർക്കും അറിയില്ല. അത്രയും വേറെ ആരും. അപ്പൊ എന്റെ ഭാര്യ ട്രൈ ഉണ്ട്. And I'm also helping her, giving some cheat codes and all. പരീക്ഷയിൽ പാസ്സാവുന്നവരിങ്ങനെ നോക്കി എഴുതിക്കോ അതൊക്കെയുള്ള. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിന്റെ പേര് ടിഷ്യൂസ് ഓഫ് ലൈഫ് എന്നാണ്. അപ്പൊ ആ ടിഷ്യൂല് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ടാവും. അതിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഓക്കെ, ചേട്ടന്റെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്കൊരു ഫസ്റ്റ് ഇത് വരുമ്പോൾ ചേട്ടൻ മനസ്സിലാവും. മുൻവിധികളും തെറ്റിദ്ധാരണകളും. അതിലിപ്പോ എന്താ പറയാ എന്ന് വെച്ചാൽ ഇപ്പൊ ചേട്ടനെ പറ്റി ഓൾറെഡി ആൾക്കാർ ഓക്കെ ഇങ്ങനെ ആണിവൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ മുൻവിധിയായില്ലേ അത് ചേട്ടൻ പറയണം. ലൈക്ക് ഇപ്പൊ തെറ്റിദ്ധാരണ നമുക്ക് തന്നെ അറിയാം. ആക്സിഡന്റ് പറ്റിയ സമയത്ത് പലരും പല രീതിയിൽ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചിരുന്നു. അത് പക്ഷെ ചേട്ടൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്, ലൈക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണകളാണ് അല്ലേ? പീപ്പിൾ അവർക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട വില്ലനാന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട വില്ലൻ ചേട്ടൻ ഇങ്ങനെ പോർട്രേ ചെയ്യണമെങ്കിലേ, തെറ്റിദ്ധരിപ്പിക്കാനും മാത്രം പോർട്രേ ചെയ്യണമെങ്കിൽ ഓക്കെ ഇയാളെ വില്ലനാക്കി കളയാം. ലുക്ക് ഉണ്ട്, കറക്റ്റ് വില്ലൻ ലുക്ക് ഉണ്ട്. ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റ് വില്ലൻ ആറ്റിറ്റ്യൂഡ്. നമ്മളത് മൈൻഡ് ചെയ്യാറുള്ള എന്തെങ്കിലുമൊക്കെ പറ. അവനും അരി വാങ്ങിക്കണ്ടേ, മക്കളെ സ്കൂളിൽ വിടണ്ടേ, അവരരി വാങ്ങിക്കാൻ വേണ്ടിട്ടായിരിക്കും നമ്മളെ. അതെ, അതന്നെ പറഞ്ഞ അവൻ അവന്റെ മക്കളെ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവന്റെ കുടുംബം പുലർത്തട്ടെ. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ആയിക്കോട്ടെ. നമുക്കതൊരു എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല, നമ്മളത് തളർത്തില്ല. ദാറ്റ്സ് എ ബോൾഡ് മൂവ്. നെക്സ്റ്റ്, ചില വേദനകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അമ്മയുടെ മരണം സംശയമില്ല, ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊരു വിങ്ങൽ തന്നെയായിരിക്കും അത് അല്ലേ?
ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാകുന്ന ഒരു ശക്തിയുണ്ട്, ഉണ്ടോ? അത് അമ്മയായിരുന്നു, പിന്നെ ഭാര്യയാണ്. ഒരു കുഞ്ഞു കൈയുണ്ട്, താങ്ങാൻ പറ്റില്ല. കയൽ എൻ്റെ മകള്. അയ്യോടാ, അങ്ങനെയാണ്. അല്ലാതെ ചേട്ടന് എപ്പോഴെങ്കിലും ഒരു ശക്തി, ഒരു പവർ ഉണ്ട്, ഈശ്വര വിശ്വാസം, അങ്ങനത്തെ ഒരു ഇതുണ്ട്, ലൈക്ക് ഒരു വിശ്വാസം ഉണ്ട്, നമ്മളൊരു അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ? അല്ല. ഓക്കെ. പിന്നോട്ട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതിനും നമ്മളുടെ ക്യാരക്ടർ ഒരു കാരണമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ കുറെ സിറ്റുവേഷനിൽ നമ്മളുടെ ക്യാരക്ടർ കാരണം പലതും നഷ്ടമായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്യാരക്ടർ കാരണം പലതും ഗെയിൻസേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളുടെ ക്യാരക്ടർ കാരണം ചിലപ്പോൾ ഒരാൾ നമ്മളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പലർക്കും അതുണ്ടാവുമല്ലോ. സ്കൂൾ മേറ്റ്സ് ഒന്നും ഇപ്പോഴും പലർക്കും ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? കോളേജ് മേറ്റ്സ് പോലും ഇപ്പൊ പലർക്കും ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഐ ഡൗട്ട് ലോഡോ. സോ അങ്ങനെയൊക്കെ വന്നു. അതിപ്പോ നമ്മുടെ ക്യാരക്ടറിന്റെ കുറ്റം കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അങ്ങനെ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെയല്ല, ചിലതൊന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കുന്നേ, അല്ലെങ്കിൽ അതങ്ങ് പോകും. നമ്മുടെ ലൈഫിൽ നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ നിശബ്ദനാവണം. അതെ. ആണോ? ആണ്. കറക്റ്റാ. അതാണ് ഇപ്പൊ നിശബ്ദനായത്. ഇപ്പൊ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോ ചേട്ടൻ വേണ്ടാന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം. ഓഫ് കോഴ്സ്, മനസ്സിലായി. നമ്മൾ ഒരുപാട് ഓപ്പൺ അപ്പ് ആയാലും ഇതിപ്പോ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന there is a lot of lost in translation. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു ലൈൻ പറഞ്ഞു, ഐ എം നോട്ട് ഏബിൾ ടു സേ വിച്ച് ലൈൻ, ഒരു ലൈൻ പറഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എങ്ങനെ ആ ലൈൻ തന്നെ നമ്മൾ ഒന്നുകൂടെ പറയും, പക്ഷെ അത് റീസ്ട്രക്ചേർഡ് ആയിരിക്കും, മുമ്പേ പറഞ്ഞ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ തന്നെ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കും ഞാനത് പറയാം. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്താൽ അത് ആ ഒരു റൈറ്റ് സെൻസിൽ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്താൽ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ മൗനം വിദ്വാനുഭൂഷണം. അതാണ് എപ്പോഴും. ഓക്കെ. മറ്റുള്ളവർക്ക് അപ്രോച്ചബിൾ ആകാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഓൾവേസ് അപ്രോച്ചബിൾ ആണ്. ഞാനൊരു ഫെലോ ഹ്യൂമൻ ബീങ് ആണ്. അഭിനയിക്കും, സിനിമ എടുക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. സെയിം കയ്യ്, ബ്ലഡ്, അങ്ങനെയാണ്. അപ്രോച്ചബിൾ ആയി, ലൈക്ക് നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അപ്രോച്ചബിൾ ആയിട്ടിരിക്കണം. അതങ്ങനെയാണെന്നല്ലേ? ഓക്കെ. സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സൗഹൃദങ്ങൾ അത് മുമ്പേ ലിങ്കാണോ അല്ലേ? മറച്ചു വെക്കുന്ന നർമ്മബോധം, വിച്ച് മീൻസ് ചേട്ടൻ ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. ചേട്ടൻ അത്യാവശ്യം ചില്ലായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം, ബട്ട് കുറച്ച് സീരിയസ് ആയിട്ട് മാധ്യമങ്ങളിൽ വരുമ്പോൾ അങ്ങനെ ആവുന്നതാണോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലായതും അങ്ങനെയാണ്. ചേട്ടൻ അത്യാവശ്യം വളരെ കൂളായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു സർക്കിളിലൊക്കെ അങ്ങനെ തന്നെയാണ്, നടക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരുമ്പോ അടുത്തുള്ള സുഹൃത്തുക്കളെ വെറുപ്പിച്ചാ പോരെ, നാട്ടുകാരെ മാത്രം വെറുപ്പിക്കണോ? ഓക്കെ. ഇനി മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാവാം. എല്ലാം ഓർമ്മ വേണം, മറന്നു പോകരുത്. ആണോ? എല്ലാം ഓർമ്മ ഉണ്ടാവണം. ചിലര് പറയുന്നത് മറവി നല്ലതാണെന്നാ, ചില കാര്യങ്ങൾ നമ്മൾ മറക്കുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെ, ആ വ്യക്തിക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നേക്കാം. മറവി might have been helpful for that person. എനിക്ക് എല്ലാം ഓർമ്മയുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ചിലപ്പോൾ ഈ ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ പെട്ടെന്ന് കത്തിയെന്ന് വരില്ല, അപ്പൊ they get offended. അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ, നമ്മള് മീറ്റിംഗ് അതെ, അതാണ്. അപ്പം അതൊക്കെയാണ്, എല്ലാം ഓർമ്മ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്.
ലൈഫിൽ നടന്ന പല പല സാധനങ്ങളും ഓർമ്മയുണ്ടാവണമെന്നുണ്ട്. എനിക്ക് പ്രിയൻ സാറിനെ ആദ്യം കാണുന്നതും പുള്ളി എന്നെ ആദ്യം കണ്ടിട്ടുള്ള ചിരിയും എൻ്റെ തോളത് തട്ടി നീ വാന്ന് പറഞ്ഞതും രാജുവേട്ടനും ഇങ്ങനെ പലരും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാണ്. അപ്പോൾ സമീർ നിദ്ര ഷൂട്ട് ചെയ്യാമെന്ന് പറയണം. അന്ന് സമീർ ചാപ്പാക്കുരിച്ച് ചെയ്ത് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയമാണ്. സോ ഐ വാസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് അപ്രോച്ചിങ് ഹിം. അപ്പോൾ സഫീർ സേട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിയില്ല, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എക്സിക്യൂട്ടീവ് ഗൈ ഉണ്ടായിരുന്നു. ഹി വാസ് എ വൺ ഹു സജസ്റ്റഡ് യു ട്രൈ സമീർ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഒരു ഇറ്റ് വാസ് ഞാൻ അപ്പോഴാണ് സമീറിനെ അനുവിനൊക്കെ അറിയാം, വി ഹാവ് മെറ്റ്, ഹായ് ഹലോ. പക്ഷെ അതിലൂടെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ആവുന്നതും ആ സിനിമ ഉണ്ടാവുന്നതും. അത് ഇപ്പോൾ സൂക്ഷ്മദർശിനി വരെ എത്തി അത്. സോ അതൊക്കെ ഓർമ്മ ഉണ്ടാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ചില കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, എല്ലാം ഓർത്തിരിക്കുക. അമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണത്, നമ്മൾ കഴിഞ്ഞിട്ട് അമ്മയുടെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവി ചേട്ടൻ അഭിനയിച്ചത് ഏതായിരുന്നു? ഞാൻ അഭിനയിച്ചതോ ഡയറക്ഷനോ ഏതാണെങ്കിലും അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഏതായിരുന്നു? ചതുരം അമ്മ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ആണല്ലേ? അമ്മ കണ്ടിരുന്നു ആ പടം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാടാ. അമ്മ ആദ്യം പറഞ്ഞത് അതായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മള് ഓഡിയൻസിനേക്കാൾ കൂടുതൽ അമ്മ പറയുമ്പോ കിട്ടുന്ന ഒരു അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അത് ഉണ്ടായി. ഷിലക് ചന്ദ്രേട്ടൻ പറഞ്ഞതിൽ എല്ലാം അങ്ങനെ മോശം എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം വർക്ക് നന്നായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ അത് മകനായോണ്ട് പറഞ്ഞാണോ പറഞ്ഞൂടോ കേട്ടോ, ആയിരിക്കില്ല, അവന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട. അങ്ങനെ ആയിരിക്കില്ല. ഇല്ല, അങ്ങനെ അല്ല എന്നാണ് എന്റെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ സെഗ്മെന്റ് കഴിഞ്ഞു, താങ്ക് യു. ഇനി നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞ മൂവിയിൽ എനിക്കറിയാം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിഷ്ണു ചേട്ടനായിട്ടായിരുന്നു കുറച്ചുകൂടി ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും ആളുകൾ എപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ എടുത്താലും നമ്മൾ എന്ന് പറഞ്ഞ മൂവി എപ്പോഴും വരും. അതിൽ ചോദിക്കാറുള്ള ചോദ്യമായിരിക്കും, ഇനി ഇങ്ങനെ ഒരു കോംബോ ഉണ്ടാവും, രേണുക ഭാവന ഇവരായിട്ടുള്ള ഒരു കോംബോ ഇനി പ്രതീക്ഷിക്കാമോ എന്നുള്ളത്. അങ്ങനെ പ്രതീക്ഷിക്കാമോ നമുക്ക് പ്രേക്ഷകർക്ക്? അത് എനിക്കറിയില്ല. ഞങ്ങള് ബാക്കി കുറച്ച് ഒരു 4-5 പേരുണ്ട് ആ പടത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ദിനേശ് പ്രഭാകർ, നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ, വിജീഷ് മൂലുണ്ട ആയിട്ട് അഭിനയിച്ചു, ശ്രീകുമാർ. ഞങ്ങളിങ്ങനെ ഒരെണ്ണം എന്തായാലും നമുക്ക് ഒരെണ്ണം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ മൂവി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതിലെ പാട്ടുകളാണെങ്കിലും അതിലോരോ സീൻസ് ആണെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തിയ ഒരു മൂവിയാണ് നമ്മൾ എന്ന് പറയുന്നത്. ആ മൂവി കോംബോ ഇനിയും വരുവാണെങ്കിലും ആൾക്കാർ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നുള്ളത് ഫോർ ഷുവർ ആണ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഇവളുടെ ഭരതൻ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഭരതൻ സാറിൽ നിന്നും ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും ലൈഫിൽ? ഒന്നാമത്തെ കാര്യേ, എനിക്ക് 15 വയസ്സം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ ഇന്ററാക്ഷനോ ലൈഫ് സ്റ്റോറീസ് ഒന്നും വലുതായിട്ട് അച്ഛനായിട്ടോ അങ്ങനെ കോമഡിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിച്ചിട്ടൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ ഈ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഡയറക്ടർ അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആ സമയത്ത് അതിനുള്ള നമ്മൾക്ക് ഡയറക്ടർ തന്നെ ഇപ്പൊ ക്യാമറമാൻ ക്യാമറ പിടിച്ചിരിക്കുന്നുണ്ട്, എഡിറ്റർ ഫിലിം കട്ട് ചെയ്യുന്നുണ്ട്, മ്യൂസീഷ്യൻ മ്യൂസിക് ഇടുന്നുണ്ട്, പുള്ളി എന്താ ചെയ്യണത്? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മദർശിനി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാണാത്ത പ്രേക്ഷകരോട് നമുക്ക് എന്താ പറയാനുള്ളത്? പോയി കാണണം. സൂക്ഷ്മദർശിനി മൂവിയില് ചേട്ടന്റെ ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പം എല്ലാവരും പോയി കാണണം അല്ലേ? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എലമെന്റും മിസ്റ്ററിയും ഒക്കെ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് വെൽ മെയ്ഡ്. ബേസിലും നസ്രിയൊക്കെ ഭയങ്കരമായിട്ട് പൊളിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. നച്ചുവിന്റെ ഒരു വെരി നൈസ് പോർട്രേയാണ്. ബേസിൽ ഓൾസോ വെരി ഡിഫറെൻ്റ്ലി ഡൺ. ക്രിസ്റ്റോന്റെ നല്ല മ്യൂസിക്, നല്ല ക്യാമറ, നല്ല എഡിറ്റ്, ഇതൊക്കെ ഉള്ള എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കണ ഒരു ഫിലിമാണ്. ഇൻട്രസ്റ്റിംഗ് ഫിലിം. എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക.